ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിട്ട് രാവിലെ ആയിട്ട് 5 മണി. അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് ഞാൻ എന്നാൽ കൊച്ചിന് സ്കൂളിൽ പോകണം, ഫുഡ് ഉണ്ടാക്കണം, എനിക്ക് ജോലിക്ക് പോകണം. അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഒരു അടുപ്പ് കത്തുന്നില്ല, അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റില്ല നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ താമസിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ, അല്ലെങ്കിൽ ഞാൻ 5 മണി 5:30 ആകുമ്പോൾ എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് പല്ലൊക്കെ തേക്കാം. പല്ലൊക്കെ തേച്ചിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാം. ചെറുതായിട്ട് എനിക്ക് തൊണ്ടവേദനയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളം കുടിക്കാതെ തൊണ്ടവേദന എനിക്ക് മാറത്തില്ല. അപ്പോൾ നമുക്ക് ചായയൊക്കെ ഇടാം. ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. പണിയൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കേട്ടോ. പണിയൊക്കെ ചെയ്യണം, കറി ഉണ്ടാക്കണം, പിന്നെന്താ ദോശ ഉണ്ടാക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. രാവിലെ എല്ലാവരുടെയും വീട്ടിലും ഇതൊക്കെ തന്നെയാണല്ലോ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. രാവിലെ എഴുന്നേൽക്കുക എന്നൊരു കാര്യം ഭയങ്കര മടിയാണ്. എന്നാലും നമുക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റതാ ചായയൊക്കെ കുടിക്കാനായിട്ട് പോകട്ടെ. ചായയൊക്കെ ഇട്ട് ചായ അടുപ്പത്ത് വെച്ച് വെള്ളം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്കൊക്കെ കിടക്കാം. ഞാൻ രാത്രിയിൽ ഇന്നലെ ഞാൻ പയറൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായി കേട്ടോ, ഉണക്കപ്പയർ. പിന്നെന്താ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായി, അത് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. നമുക്കിന്നൊരു ഹെൽത്തി ആയിട്ടൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഉഴുന്ന് മാത്രം വെള്ളത്തിൽ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഓട്സാണ് ചേർത്തത് അരയ്ക്കാനായിട്ട്. ഓട്സ് നമുക്ക് 15 മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതി. അപ്പം ഞാൻ ഉഴുന്നൊന്ന് ഇതായി വന്നപ്പോഴത്തേന് രാവിലെ ഞാൻ ജോലിക്ക് പോകണപ്പോൾ ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടുണ്ടായി. വൈകുന്നേരം വന്നപ്പോൾ ഞാൻ അരച്ച് വെച്ചത് ഓട്സും കൂട്ടി അരച്ച് കിട്ടും. അപ്പം നല്ല ടേസ്റ്റും ഉണ്ട്. കാരണം ഞാൻ ഇതിന് മുമ്പേ ഉണ്ടാക്കിയിട്ടുള്ള ദോശയാട്ടോ, ഓട്സിൻ്റെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. മാളൂട്ടിക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പിന്നെന്താ ചേട്ടായിക്ക് ഇഷ്ടമല്ല. കാരണം ചേട്ടായി പറയാം റബ്ബർ ബാൻഡ് പോലെ ഇരിക്കണം എന്നൊക്കെ പറയും. എന്നാലും കഴിച്ചിട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ദോശ ചുടുമ്പോഴത്തേന് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ഉപ്പിൻ്റെ മയം പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഇളക്കണം. എല്ലായിടത്തും ഉപ്പ് പിടിക്കാനായിട്ടുള്ള അതിനായിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കും കേട്ടോ. അപ്പം ആ സമയം കൊണ്ട് നമുക്കിതാ പയറ് വെള്ളത്തിൽ ഇട്ടേക്കണം, നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ തലേദിവസം പയറ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കറിനകത്ത് അടിക്കേണ്ട, ജസ്റ്റ് ഒരു ചട്ടിയിലോ പാത്രത്തിലോ വേവിച്ചെടുക്കാം. അപ്പം നല്ല പെട്ടെന്ന് വേഗം വെന്തളിഞ്ഞ് പോകത്തുമില്ല. കുക്കറിലാണെങ്കിൽ നമ്മൾ തലേദിവസം വെള്ളത്തിയിട്ട പയറ് പെട്ടെന്ന് അടിക്കുമ്പം പെട്ടെന്ന് വെന്ത് പോകും, അളിഞ്ഞു പോകും. അപ്പോൾ അതിലും നല്ലത് നമുക്കൊരു പാത്രത്തിലെടുത്ത് വേഗം ചട്ടിക്കകത്ത് വേവിച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുറ്റമൊക്കെ അടിക്കാനായിട്ട് പോയിട്ട്, മുറ്റം അധികം ഒന്നും ഇല്ലത്, ഇങ്ങനെ പാസേജ് പോലെ ഒരു മുറ്റമുള്ളൂ. നമുക്കുള്ളത് നല്ല ക്ലീനായി വൃത്തിയാക്കിയിടും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പയറ് ഓലം വെച്ചിട്ട് പയറും കുമ്പളങ്ങയും കൂടെ കൂടി തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുകയല്ലേ. പക്ഷേ ഗൈസ്, ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ടെന്ന് കരുതി ഞാൻ വീഡിയോ അതായത് ഓരോന്ന് ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഓർക്കും കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും അതിനകത്ത് ആയിട്ടില്ല കേട്ടോ. കുറേ ഒന്നും വീഡിയോ ആടില്ല. കാരണം ഇടയ്ക്ക് പോയി കട്ട് ചെയ്തിട്ട് നമ്മൾ പോയി ഓഫ് ചെയ്യുമ്പം പിന്നെ നമ്മൾ ഓണാക്കാനായിട്ട് മറന്നു പോകും. അതുകൊണ്ട് എൻ്റെ പകുതി വീഡിയോസൊന്നും അതിനകത്തില്ല. കറി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും അതിനകത്തില്ല ഗൈസ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനും ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നാലും അത്രയും കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് തന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്താന്ന് വിചാരിച്ച് ഇടുന്നതാട്ടോ. കാരണം ഇന്നത്തെ വീഡിയോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം പകുതി വീഡിയോസൊന്നും ഇല്ല. ഞാൻ അതിനകത്ത് ഉണ്ടെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ എഡിറ്റ് ചെയ്യാനായിട്ട് ഫോൺ എടുത്തപ്പോൾ പകുതി വീഡിയോ ഇല്ല. കാരണം ഓണാക്കിയെന്ന് വിചാരിച്ചിരുന്നത്, കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും അതിനകത്തില്ല, പകുതി വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ദോശയ്ക്കുള്ള ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരണ്ടി വെച്ച് അതിനകത്ത് മുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്ത്, പക്ഷെ അന്നേരമാണ് മിക്സി ഓണാക്കിയപ്പോൾ മിക്സി ഓണാവുന്നില്ല. അപ്പം ചമ്മന്തി അരയ്ക്കാനുള്ള മോഹം മാറ്റി വെച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് തേങ്ങ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതുപോലെ തന്നെയാണ് നമ്മൾ പയറും ഓലനും കറി വെച്ചപ്പോൾ 2 വീഡിയോയും എടുത്തിട്ടില്ല. പക്ഷേ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഓണാക്കാൻ മറന്ന് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കിയ ഇതൊക്കെ സെർവ് ചെയ്ത് മാറ്റി വെച്ചിട്ടോ. ചേട്ടായി അവിടെ നിന്ന് എന്തൊക്കെയോ ചോദിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം സിങ്കിലിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പാത്രമേ ഉള്ളൂ, അതൊക്കെ നമുക്ക് തേച്ച് കഴുകി എടുക്കാം. കുറച്ച് പാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് തേച്ച് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി സ്പൂണൊക്കെ ചോദിക്കുന്നുണ്ട്. ചേട്ടായിക്ക് പോകാൻ സമയമായി. അപ്പം ഞാൻ ഫുഡ് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ചേട്ടയ്ക്ക് ചായ പഞ്ചസാര മധുരം ഇടാനായിട്ട് സ്പൂണൊക്കെ ചോദിച്ചത്. അപ്പം എനിക്ക് വീഡിയോ ഇടാനും അത്രയ്ക്ക് താല്പര്യമില്ല, എന്നാലും എടുത്താണല്ലോ എന്ന് കരുതി പകുതി വീഡിയോ നമ്മളെടുത്തതൊന്നും ആടായിട്ടില്ല. അതുകൊണ്ടൊരു സങ്കടം. അപ്പം അങ്ങനെ ഇരിക്കുവാണ്.
അത്രയും കഷ്ടപ്പെട്ട് എടുത്താണല്ലോ വിചാരിച്ച് എഡിറ്റ് ചെയ്തതും അത്രയൊക്കെ ശരിയായിട്ടില്ല. എന്നാലും ഒരു ചെയ്ത വീഡിയോ, കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇതിനകത്തില്ല. പിന്നെ നമുക്കിനി ദോശ ഉണ്ടാക്കുന്ന വീഡിയോ കിട്ടും. ദോശ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവട്ടെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്കത് ചോറ് വെന്തായിരുന്നു കേട്ടോ. കുക്കറിനകത്താണ് ഞാൻ ചോറിട്ടത്. ചോറ് അത്യാവശ്യം വെന്തത് നമുക്ക് കലത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നാലും എന്താ ഒട്ടിപ്പിടിച്ചിരിക്കുക. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വാർത്താൽ മതി നമുക്ക് ചോറ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് നന്നായിട്ട് ഇളക്കിയിട്ട് വാർക്കും. 2 പ്രാവശ്യമൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ച് വാർക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ കുക്കറിനകത്ത് എനിക്ക് ചില സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. നമ്മൾ വാർത്ത് കഴിയുമ്പോൾ പിന്നെ നോക്കും വെള്ളം പോലെ ഇരിക്കും ചോറ്, ചാവിച്ചൊക്കെ ഇരിക്കും. ചിലവർക്ക് ചില സമയത്ത് ചില ദിവസങ്ങളൊക്കെ അങ്ങനെ ഇരിക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നമുക്കിതാ ദോശ ഉണ്ടാക്കാം. ചേട്ടായിക്ക് ദോശ വേണമെന്ന് പറഞ്ഞ് സമയം പോകാൻ ജോലിക്ക് പോകാൻ ടൈമായി. അപ്പം വേഗം ദോശ ഉണ്ടാക്കുക കേട്ടോ. ആവശ്യത്തിനത് ദോശ ഉണ്ടാക്കുള്ളൂ. ഒരുപാട് ദോശ ഉണ്ടാക്കി വെക്കില്ല, വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ കുറച്ച് മാവും കൂടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കേട്ടോ. 2-3 ദിവസത്തിന് ഒന്നിച്ചാണ് ഞാൻ കുഴച്ച് വെച്ചത്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കണ്ടേ. അതുപോലെ തന്നെ ഉഴുന്നായാലും അതെ, 2-3 ദിവസത്തിനുള്ള ഉഴുന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുന്നിട്ട് ഫ്രിഡ്ജിൽ കയറ്റിയത് നന്നായിട്ട് അടച്ച് വയ്ക്കും. അപ്പം നമുക്ക് ആവശ്യം അനുസരിച്ച് എടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ ഉഴുന്നൊക്കെ ഇടാൻ വെള്ളത്തിലിടാൻ ഞാൻ മറന്നു പോകും. അപ്പോൾ ഇച്ചിരി കൂടുതൽ വെള്ളത്തിലിട്ടിട്ട് ബാക്കി ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി അരയ്ക്കാനുള്ളത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ മതിയല്ലോ. ഇതാണ് ദോശ, നല്ല ഓട്സിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ നെയ്യും കൂടെ കുറച്ച് തേച്ച് കൊടുക്കും. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് തേക്കാം, നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് തേക്കേണ്ട. ആളൊട്ടിക്ക് നെയ്യ് ചേർക്കാം. ചേട്ടായിക്ക് നെയ്യ് ചേർത്താലും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഞാനൊരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ശകലം തേച്ച് കൊടുക്കും നെയ്യ്. അപ്പോൾ ഒരു നല്ലൊരു മയം പോലെ ഇരിക്കും, നല്ല ഇതായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊച്ചിന് സ്കൂളിൽ പോകാനായിട്ട് സമയമായി. സ്കൂൾ ബസ് വരാൻ 8:45, 8:50 ആകുമ്പോഴേ വരും. ചിലപ്പോൾ 9:05, 9:10 ആകുമ്പോഴേ വന്നേ. അപ്പോൾ അതിനനുസരിച്ച് ഇതാ ഞാൻ അവളുടെ ഷർട്ടും യൂണിഫോമൊക്കെ തേക്കണം. അപ്പോൾ എൻ്റെ യൂണിഫോം തേക്കണം, കൊച്ചിൻ്റെ യൂണിഫോം തേക്കണം. അവളുടെ യൂണിഫോം ആട്ടോ ഞാൻ ആദ്യം തേക്കുന്നത്. ചൂട് കൂടിപ്പോയാൽ കത്തിപ്പോകും. അതുകൊണ്ട് ഞാൻ ചൂട് കുറച്ചിടാൻ പോയതാണ്. തേപ്പോട്ടിയിലും കുറയ്ക്കാം. എന്നാലും കുറച്ച് പെട്ടി ചൂടായി കഴിയുമ്പോൾ ഞാനത് സ്വിച്ച് ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ടായിരിക്കും ബാക്കി തേക്കണം. അല്ലെങ്കിൽ പിന്നെ പൊള്ളിപ്പോയാലോ എന്ന് വിചാരിക്കും. പെട്ടെന്ന് ചാടി കയറി പിടിക്കും. തേപ്പോട്ടിയും ചെറുതായിട്ട് ഇച്ചിരി കേടൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ തേച്ച് ഈ കട്ടിലേലിട്ട് തേക്കുന്നതുകൊണ്ടേ അത്രയ്ക്കും ചുളിവൊന്നും നിവരത്തില്ല. വേഗം പോകാനുള്ള വെപ്രാളത്തിലിട്ട് തേക്കണതാണ്. എന്നും തേച്ചിട്ട് കൊടുത്തിട്ടാണ് വിടുന്നത് കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അച്ഛനമ്മച്ചയൊക്കെ ഷർട്ടൊക്കെ തേച്ച് തരും. യൂണിഫോം തേക്കാതെ ഇടാൻ പറ്റത്തില്ലല്ലോ, ചുളുങ്ങി മറിഞ്ഞൊക്കെ ഇരിക്കും. എനിക്കിഷ്ടമല്ല. അത്രയ്ക്ക് വയ്യെങ്കിൽ മാത്രം ഞാൻ തേക്കാതെ, പക്ഷേ ഇന്ന് വരെ ഞാൻ തേക്കാതെ കൊടുത്ത് ഇട്ടിട്ടില്ല യൂണിഫോം. അങ്ങനെ യൂണിഫോമൊക്കെ തേച്ച് കൊടുക്കുവാണെങ്കിൽ അവൾ കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് അവൾ ഡ്രസ്സൊക്കെ മാറിക്കോളും. കറിയും കാര്യങ്ങളൊക്കെ ഞാൻ വച്ച് കഴിഞ്ഞു. ദോശയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. എല്ലാവരും ഇങ്ങനെയൊക്കെയാണല്ലോ രാവിലെ സമയം പോകുന്നതും, കൊച്ചുങ്ങളെ വിടാനുള്ള തിരക്കും, ജോലിക്ക് പോകാനുള്ള തിരക്കും. എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ പണികൾ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേരെ നോക്കണം. അങ്ങനെ ചെറിയ ചെറിയ ടൈം പാസും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വഴക്കുകളും പിള്ളേരുടെ കരച്ചിലും ബഹളവും അങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ കാണും. ഇതിപ്പോൾ മാളൂട്ടി തന്നെ ഉള്ളതുകൊണ്ട് മാളൂട്ടി കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഫുഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അവളെടുത്ത് കഴിച്ചോളും. പിന്നെ അവൾ തന്നെ റെഡി ആയിക്കോളും. പിന്നെ മുടിയൊന്ന് ചീവി കൊടുത്താൽ മതി. അവൾ ചീവിയത് ശരിയായില്ലെങ്കിൽ ഞാൻ കെട്ടിക്കൊടുക്കും. സാധാരണ ഞാനാണ് കെട്ടിക്കൊടുക്കാറ്. 2 വശം, ചില സമയത്ത് 2 വശം കെട്ടണമെന്ന് ടീച്ചർമാർ പറയും. ചില ദിവസം കെട്ടാറില്ല. അന്നേരം ഞാൻ കെട്ടിക്കൊടുക്കൂട്ടാ. അങ്ങനെ യൂണിഫോമത്തിൻ്റെ ഷർട്ട് തേക്കണം എന്നാണ്. എൻ്റെ യൂണിഫോമത്തിൻ്റെ ഷർട്ട് തേച്ചങ്ങ് തീരുന്നില്ല, നിവരുന്നുമില്ല കേട്ടോ.
കാരണം ചൂട് ഒരുപാടിട്ട് തേച്ചാലും പെട്ടെന്ന് പൊള്ളിപ്പോവും. അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് തേച്ച്. അപ്പം അതിൻ്റെ പാൻറ്റും കൂടെ തേക്കാനുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് ബോറ് വീഡിയോ ആയിട്ട് എനിക്ക് തോന്നണം കേട്ടോ. എന്നാലും നിങ്ങളെൻ്റെ വീഡിയോ കാണണം. അപ്പം 2 ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇടൽ കുറവാണ്. ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ ഇടുന്നത് കുറവാട്ടോ. കാരണം ജോലിക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല വീഡിയോസ്, അതായത് കുറേ കാഴ്ചകളും ഇതൊക്കെ എടുക്കാനുണ്ട്. ഇവിടെ ഒരു സംഭവം പോലും ഇല്ല വീഡിയോ എടുക്കണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന വീഡിയോ, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ ഈ പ്രദേശങ്ങളിൽ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അത്രയും ഞാൻ പോവാറില്ല. പക്ഷെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും പാറിപ്പറന്ന് കിടക്കുന്ന സ്ഥലങ്ങളല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പാറിപ്പറന്ന് നടക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ദാ കൊച്ചിൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കണം. എൻ്റെ ഞാൻ ചോറ് പയറ് ഓരോന്നും ഒക്കെ എടുത്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ടിഫിനും ശരിയാക്കി പാത്രത്തിൽ ചോറ് നിറച്ച് കൊച്ചിൻ്റെ പാത്രത്തിൽ കറിയൊക്കെ നിറച്ച് വെച്ചു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി മാളൂട്ടി അവിടെ എന്താ സ്കൂളിൽ പോകാൻ റെഡി ആവട്ടെ. കണ്ണാടിയിലാണ്, വലിയ കണ്ണാടി ഉണ്ട്, ഇതാ പൊട്ട കണ്ണാടി, കുഞ്ഞു കണ്ണാടി ജനലൊക്കെ തൂക്കിയിട്ടെ നോക്കത്തുള്ളൂ. നേരെ എന്തേ ഡ്രസ്സൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. പതുക്കെ ആടി തൂങ്ങി ചെയ്യത്തുള്ളൂ കേട്ടോ. എല്ലാം സ്ലോ മോഷനാണ്. റെഡിയാവാനും ഫുഡ് കഴിക്കാനും കുളിക്കാനും ഒക്കെ സ്ലോ മോഷനാണ് കേട്ടോ. എന്തോരം ചീത്ത പറഞ്ഞാന്നറിയാം. തല്ലത്തൊന്നുമില്ല കേട്ടോ. ഞാൻ രാവിലെ നമ്മളെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നതല്ലാതെ ഒരടി അനങ്ങൂല ഒറ്റ പിള്ളേരും. അപ്പം റെഡിയായി. ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക്. ഇതാ സ്കൂളിൽ ടാഗൊക്കെ എടുത്തിടുക കേട്ടോ. ഇത്രയും മുടി ചെയ്യുള്ളൂ, ഇതിൽ കൂടുതലൊന്നും ചെയ്യുവാറില്ല. 2 വാല് അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മാളൂട്ടിനെ സ്കൂളിൽ പോയ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ എനിക്ക് സമയം പോകണതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ വേഗം വന്ന് കുളിച്ച് റെഡിയായി, എനിക്കും പോകാൻ സമയമായി. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് പൗഡറൊക്കെ പൂശി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നെറ്റിയിൽ വലിയൊരു പിമ്പിൾ വന്നു കേട്ടോ. അതെല്ലാ മാസം ഇങ്ങനെ 2 ബൾബ് പോലെ അപ്പുറയും ഇപ്പുറയും വരും. എനിക്ക് ഒരു വശത്ത് ഒരെണ്ണം അല്ല കേട്ടോ വരുന്നത്, ഒരു വശത്ത് വന്നാൽ ഇപ്പുറത്തെ വശത്തും വരും. എനിക്ക് ഇപ്പുറത്തെ കവളെ ഒരു കുരു വന്നാൽ അപ്പുറത്തെ കവളെ കുരു വരും. അങ്ങനെയാട്ടോ എനിക്ക് വരാറ്. എനിക്കങ്ങനെ പേറായിട്ട് വരാറുള്ളൂ, ഒറ്റയായിട്ട് വരാറില്ല. ഇപ്പുറത്തെ നെറ്റിയിൽ എനിക്കൊരു കുരു ഉണ്ടായി, അത് താന്ന് കഴിഞ്ഞ് തൊട്ടപ്പുറത്തത് വന്നു കേട്ടോ. ഭയങ്കരമായിട്ട് പൊന്തി നീരൊക്കെ വെക്കും. നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല, ഭയങ്കര മെനകേടായിരിക്കും. എനിക്കിഷ്ടമല്ല നെറ്റിയിൽ കുരു വരുന്നത്. വേറെ എവിടെ മുഖത്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നെറ്റിയെ മാത്രം എനിക്ക് കുരു വരുമ്പം ഇതിങ്ങനെ ബൾബ് കത്തി നിൽക്കുന്ന മാതിരി നമ്മുടെ ഷേപ്പൊക്കെ അങ്ങ് മാറി പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ തേച്ച് വരട്ടെ കേട്ടോ. ഞാനിടുന്ന ലിപ്സ്റ്റിക്ക് ഡാസിലറിൻ്റെ കേട്ടോ. അത് എൻ്റെ അല്ല സത്യത്തിൽ, അതെനിക്ക് ചേട്ടൻ്റെ പെങ്ങൾ മാളൂട്ടിക്ക് കൊണ്ട് കൊടുത്തതാട്ടോ. മാളൂട്ടിക്ക് വേറൊരു ഷെയ്ഡുണ്ട്, അത് അവൾക്ക് ഇഷ്ടമാണ്. അപ്പം എന്നോട് ഇട്ടോളാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടുന്ന കേട്ടോ. അപ്പം എൻ്റെ ചുരിദാറും പോട്ടെ, എൻ്റെ യൂണിഫോത്തിൻ്റെ കളറാട്ടോ. ഇതിപ്പോൾ ഇത്രയും ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ യൂണിഫോത്തിൻ്റെ ഒരു ലൈറ്റ് കളറാണ്. ഇത് വീഡിയോക്കകത്ത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് റെഡിഷ് തോന്നും, പക്ഷേ റെഡ് കളറല്ല കേട്ടോ, അതൊരു പിങ്ക് പോലത്തെ കളറാണ്. അപ്പോൾ ഇങ്ങനെ അടുത്ത് ഇത്രയും ഇതായിട്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് പോകാൻ സമയമായി. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ 106 ആയി. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.